80കളുടെ അവസാനവും 90കളുടെ തുടക്കവും ആ ഒരു കാലഘട്ടത്തിൽ സോണി പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അലോൺ 3-വേ സ്പീക്കർ ബോക്സ് ആണ് ഈ കാണുന്ന സോണി SS-C421AV എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാനഡയിൽ എത്തിയിട്ട് നമുക്ക് കിട്ടുന്ന 4ാമത്തെ വിൻറ്റേജ് സ്പീക്കർ ബോക്സ് ആണിത്. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫിലിപ്സിന്റെ ഒരു ബുക്ക് ഷെൽഫ് ടൈപ്പ് സ്പീക്കർ ബോക്സ് ആയിരുന്നു. ബുക്ക് ഷെൽഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-വേ സ്പീക്കർ ബോക്സ് ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു അത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ബയോയിലുണ്ട്. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഫ്രീ ആയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള 2 വലിപ്പമുള്ള 3-വേ സ്പീക്കർ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എടുത്തതിന്റെയും അത് റിപ്പയർ ചെയ്തതിന്റെയും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വാല്യൂ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നും പാനാസോണിക്കിന്റെ 2 ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് ആണ് വാങ്ങിച്ചത്. അന്യായ ക്വാളിറ്റിയാണ്. അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ അതേ വാല്യൂ വില്ലേജ് തന്നെയാണ് സോണിയുടെ ഈ ഒരു 3-വേ സ്പീക്കർ ബോക്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ഓഡിയോ ഫയൽ ലെവൽ അല്ലെങ്കിൽ ഒരു കളക്റ്റബിൾ ഐറ്റം ഒന്നും അല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഏത് ആംപ്ലിഫയറിലും കണക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്പീക്കേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് ഇതിന്റെ ഹിസ്റ്ററി, ഇതിന്റെ വർക്കിംഗ്, ഇതിന്റെ ഇന്റീരിയർ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു.